പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ആമീൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ 2 പ്രാവശ്യങ്ങളിലായി നാം നോമ്പുകാല ധ്യാനങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പുകാലം സത്യത്തിൽ നമ്മളൊക്കെ കുമ്പസാരിക്കുന്ന ഒരു കാലമാണ്. വർഷത്തിലൊരിക്കലാണ് ഭൂരിപക്ഷം പേരും കുമ്പസാരിക്കാൻ അവസരം കണ്ടെത്താറുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ കുമ്പസാരം പോലും പലപ്പോഴും കുമ്പസാരമാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓർക്കുക, ഈ കുമ്പസാരം സത്യത്തിലൊരു വലിയ ചികിത്സയാണ്. എന്തുകൊണ്ടെന്നാൽ പാപമൊരു വലിയ രോഗമാണ്. മനഃശാസ്ത്രപരമായി ചിന്തിച്ചാലും ആത്മീകമായി ചിന്തിച്ചാലും ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ രോഗഗ്രസ്തമാക്കി തീർക്കുന്ന അത്യന്തം ഭയാനകമായ മാരകമായ ഒരു രോഗമാണ് പാപം. അത് ക്യാൻസറിനേക്കാൾ മാരകമാണ്, HIV മാരകമാണ്, ഹാർട്ട് ബ്ലോക്കിനേക്കാൾ മാരകമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തുള്ള ഏത് പകർച്ചവ്യാധിയേക്കാളും മാരകമാണ്. കാരണം ആ വക രോഗങ്ങളൊക്കെ ഒരു മനുഷ്യൻ്റെ ശരീരത്തെ മാത്രമേ നശിപ്പിക്കുന്നുള്ളൂ. പക്ഷേ പാപമെന്ന രോഗം ഒരു മനുഷ്യൻ്റെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും ഒരുപോലെ നശിപ്പിക്കും. പാപമൊരു രോഗമാണ്. മനുഷ്യർ മനസാ വാചാ കർമ്മണ നാൾതോറും പാപങ്ങൾ ചെയ്യുന്നവരാണ്. ഈ പാപങ്ങളെല്ലാം മനുഷ്യനെ ശാരീരികമായും മാനസികമായും ആത്മീകമായും സമ്മർദ്ദത്തിലാക്കുകയും തളർത്തിക്കളയുകയും രോഗികളാക്കുകയും ചെയ്യുന്നു. ഈ രോഗം മാറാനുള്ള ചികിത്സ എന്ന നിലയിലാണ് പരിശുദ്ധ സഭ, പ്രത്യേകിച്ച് അപ്പോസ്തോലിക സഭകൾ വിശുദ്ധ കുമ്പസാരം ക്രമീകരിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഒരാളായിരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് വ്യതിചലിക്കുന്ന ഏതവസ്ഥയും പാപമാണ്. ഒരാളായിരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് വ്യതിചലിക്കുന്ന ഏതവസ്ഥയും പാപമാണ്. ഉദാഹരണം, ട്രാക്കിലൂടെ ഓടാൻ വിധിക്കപ്പെട്ട ഒരു അത്ലറ്റ് തൻ്റേതല്ലാത്ത ട്രാക്കിൽ കയറി ഓടിയാൽ അത് ക്രമക്കേടാണ്. അത് അയാളുടെ വിജയത്തെ പരാജയമാക്കി മാറ്റും. ഒന്നാമത് ഓടി എത്തിയിട്ടും കാര്യമില്ല, ട്രാക്കിലൂടെ അല്ല ഓടിയതെങ്കിൽ അയാളുടെ വിജയം അംഗീകരിക്കപ്പെടില്ല, അയാൾ പരാജിതരുടെ കൂട്ടത്തിലിരിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പറഞ്ഞത്, ക്രിസ്തീയ ജീവിതത്തിൽ ക്രമക്കേടുകളെല്ലാം പാപമാണ്. മനുഷ്യൻ മനുഷ്യനായി ജീവിക്കണം. മനുഷ്യനായി ജീവിക്കേണ്ട തലത്തിൽ നിന്ന് മനുഷ്യനെ വ്യതിചലിപ്പിക്കുന്നതെല്ലാം ഏതവസ്ഥയും തത്വത്തിൽ പാപമാണ്, അതൊരു രോഗവുമാണ്. നാം അതിനെ ആ അവസ്ഥകളിൽ വിലയിരുത്തുകയും അത് കണ്ടെത്തുകയും ചെയ്യണം. ശരീരം അതായിരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് വ്യതിചലിക്കുന്നതാണ് ശരീരത്തിന് രോഗമായി കാണുന്നത്. ശരീരത്തിൽ അനാവശ്യമായി കാണുന്ന തടിപ്പുകളോ മുഴകളോ ക്ഷതങ്ങളോ ഒടിവുകളോ ചതവുകളോ ശരീരത്തിലുണ്ടാകുന്ന ഏത് ക്രമക്കേടുകളും ശരീരത്തെ സംബന്ധിച്ച രോഗമാണ്. ആയിരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് ശരീരം വ്യതിചലിക്കുന്നതാണ് ശരീരത്തിൻ്റെ രോഗം. ആയിരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് മനസ്സ് വ്യതിചലിക്കുന്നതാണ് മനസ്സിൻ്റെ രോഗം. ആയിരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് ആത്മാവ് വ്യതിചലിക്കുന്നതാണ് ആത്മീക രോഗം. ശരീരത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ ശരീരത്തെ രോഗഗ്രസ്തമാക്കുന്നത് പോലെ മനസ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ മനസ്സിനെ രോഗഗ്രസ്തമാക്കുന്നു. ആത്മാവ് നേരിടുന്ന പ്രശ്നങ്ങൾ ആത്മാവിനെ രോഗഗ്രസ്തമാക്കുന്നു. സമ്പൂർണ്ണ ചികിത്സയിലൂടെ സമ്പൂർണ്ണ സൗഖ്യം കിട്ടേണ്ടതുണ്ട് ഒരാൾക്ക്. ഈ മനുഷ്യൻ്റെ ജീവിതത്തിലെ ക്രമക്കേടുകളെക്കുറിച്ച് പറഞ്ഞാൽ, അടിമത്വം നടത്തുക, സംഘർഷങ്ങൾ ഉണ്ടാക്കുക, കൊള്ള നടത്തുക, പൂഴ്ത്തിവെപ്പ് നടത്തുക, കൈക്കൂലി വാങ്ങി നീതി മറിച്ചു കളയുക, ഈ വക ക്രമക്കേടുകളെല്ലാം സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവയാണ്. അവയെല്ലാം ക്രമക്കേടുകളാണ്. തത്വത്തിൽ അവയെല്ലാം ഒരളവിൽ രോഗങ്ങളാണ്. ഇനി മാനസികമായി ചിന്തിച്ചാൽ സമാധാനമില്ലായ്മ. ഇന്ന്
ലോകത്തെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന, ഏറ്റവും കൂടുതൽ മനുഷ്യരെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും ഭയാനകമായൊരു മാനസികാവസ്ഥയാണത്. സമാധാനമില്ലായ്മ. അനാവശ്യമായി ആകുലപ്പെടുന്നതാണ് ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് തോന്നുന്നു. ഈ സമാധാനമില്ലായ്മ, അതുപോലെ സഹിക്കാൻ കഴിയായിക. ഒട്ടും സഹനശക്തിയില്ല ഇന്നത്തെ ജനതയ്ക്ക്. സഹിക്കാൻ പറ്റാത്തവരെല്ലാം അസ്വസ്ഥരായിരിക്കും. സഹിക്കാൻ പറ്റാത്തവരുടെ ഉള്ള് പ്രഷർ നിറഞ്ഞ ഒരു പ്രഷർ കുക്കർ പോലെയായിരിക്കും. അവർക്ക് ഒരിക്കലും ഉള്ളു തുറന്ന് ചിരിക്കാനോ ഒന്നിലും ഏകാഗ്രതപ്പെടാനോ കഴിയില്ല. ഭയങ്കര സമ്മർദ്ദത്തിലാണവർ. സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. ഭാര്യയെ സഹിക്കാൻ പറ്റാത്ത ഭർത്താവ്, ഭർത്താവിനെ സഹിക്കാൻ പറ്റാത്ത ഭാര്യ, മക്കളെ സഹിക്കാൻ പറ്റാത്ത മാതാപിതാക്കൾ, മാതാപിതാക്കളെ സഹിക്കാൻ പറ്റാത്ത മക്കൾ. ഇങ്ങനെ പോയാൽ പട്ടിക നീളും. ഒന്നും സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ആരും തന്നെ സൂക്ഷിച്ച് നോക്കാൻ പാടില്ല. ആരും തന്നോട് എതിർവാക്ക് പറയാൻ പാടില്ല. ആരും തന്നെ ചെറുതാക്കി സംസാരിക്കാൻ പാടില്ല. ആരും തന്നെ ഒരർത്ഥത്തിലും കൊച്ചാക്കാൻ പാടില്ല. ഒട്ടും സഹിക്കാൻ പറ്റില്ല. ഇതൊരു ക്രമക്കേടാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ പരസ്പരമുള്ള സ്പർദ്ധ. അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാൻ കഴിയുന്നില്ല, ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതുപോലെ വേറെ ചില ആളുകളെ ബാധിക്കുന്ന ഒരു ക്രമക്കേടാണ് വിഷയങ്ങളെ നേരിടാനുള്ള കഴിവില്ലായ്മ, അല്ലെങ്കിൽ കരുത്തില്ലായ്മ. എനിക്ക് വയ്യ, എനിക്ക് വയ്യ, എനിക്ക് വയ്യ, എപ്പോഴും നിലവിളിയാണ്. ചില കുഞ്ഞുങ്ങളുണ്ടല്ലോ, പരീക്ഷാ സമയം വരുമ്പോഴേ അങ്ങ് നിലവിളിക്കാൻ തുടങ്ങും. പിന്നെ അവർക്ക് ടെമ്പറേച്ചർ കൂടും, ചിലപ്പോൾ വയറിളക്കം വരും, ചിലപ്പോൾ അവരുടെ കണ്ണിൽ ഇരുട്ട് കയറും, ചിലപ്പോൾ അവർ ബോധം കെട്ട് വീഴും. ഒരളവ് വരെ അവരുടെ അമ്മമാരിതിന് വളമിട്ട് കൊടുക്കുന്നുണ്ട്. വളമിട്ടത് പോരെന്ന് തോന്നിയാൽ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും. അടുത്തു നിന്ന് അവരെ സമ്മർദ്ദത്തിലാക്കുന്ന അമ്മമാരാണ് പല കുഞ്ഞുങ്ങളുടെയും ഈ വിധത്തിലുള്ളതായ തകർച്ചയുടെ പ്രധാന കാരണം. കുഞ്ഞുപ്രായം മുതൽ കുഞ്ഞുങ്ങളെ ആവലാതിപ്പെട്ട് വളർത്തുന്ന അമ്മമാർ, ചില അപ്പന്മാർ അവരെ വല്ലാതെ തളർത്തുകയാണ്. എപ്പോഴും വീട്ടിൽ കേൾക്കുന്നത് ഈ ആവലാതിയാണ്. അയ്യോ എന്തു ചെയ്യും, എന്നെക്കൊണ്ട് വയ്യ, എന്തു ചെയ്യും, ഇതെങ്ങനെ ശരിയാകും, എന്തു ചെയ്യും, ഇതെങ്ങനെ ആക്കാൻ പറ്റും, ഇതെങ്ങനെ കണ്ടെത്താൻ പറ്റും. ഇത് തന്നെയാണ് കുഞ്ഞും നാളെ ഏറ്റുപാടാൻ പോകുന്നത്. വിഷയങ്ങളെ നേരിടാനുള്ള കരുത്തില്ലായ്മ സത്യത്തിലൊരു ക്രമക്കേടാണ്. ഒരളവിൽ പറഞ്ഞാൽ അത് തന്നെയാണ് ഈ രോഗം. ജീവിതത്തെ നേരിടാൻ കഴിയായിക. ഈ വിഷയങ്ങളെ നേരിടാൻ കഴിയാത്തവർക്ക് ജീവിതത്തെയും നേരിടാൻ കഴിയില്ല, ഒന്നിനെയും നേരിടാൻ കഴിയില്ല. ജീവിതത്തിൽ അവർ സ്വയം പരാജയപ്പെടുത്തും. അവർ പരാജയപ്പെടുമെന്നല്ല പറയേണ്ടത്, അവർ സ്വയം പരാജയപ്പെടുത്തും. ജീവിതത്തെ നേരിടാൻ കഴിയില്ല. ഒരു ജോലിക്ക് പോയാൽ അതിൽ അവർക്ക് ഏകാഗ്രതയോടെ നിൽക്കാനോ ക്ഷമയോടെ നിൽക്കാനോ സഹനത്തോടെ നിൽക്കാനോ കഴിയില്ല. അവരത് ഉപേക്ഷിക്കും, മറ്റൊരു ജോലി തേടും. എന്നിട്ട് കുറേ കഴിയുമ്പോൾ പറയും എനിക്കൊന്നും ശരിയാകുന്നില്ല, എന്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല. ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് എത്രമാത്രം കഠിനാധ്വാനം ചെയ്തും ജീവിതത്തെ നേരെ നടത്താനുള്ള മനസ്സും തീരുമാനവുമാണ് ഒരാളെ നേരിടാൻ പ്രാപ്തനാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ നേരിടാൻ തീരുമാനിച്ച ഒരാൾ അതിനുവേണ്ടി ഏത് ജോലിയും ചെയ്യും, ഏത് സാഹചര്യത്തോടും പടപൊരുതും. ജീവിതത്തെ നേരിടാൻ തീരുമാനമുള്ളവർ. അല്ലാത്തവർ സാഹചര്യങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി കാത്തിരിക്കും. ജീവിതത്തിൽ ഒരു സാഹചര്യവും ഇങ്ങോട്ട് വരില്ല. അവസാനം അയാൾ നിരാശനാകും. ഇതൊരു ക്രമക്കേടാണ് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയായിക ഇന്ന് ഒരുപാട് പേരെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഓരോ വ്യക്തിയും ഓരോ വ്യക്തിത്വമാണ്. ഓരോ വ്യക്തിക്കും അവരവരുടേതായ ചില പ്രത്യേക ശൈലികളും ചില ശീലങ്ങളും ചില വൈകൃതങ്ങളുമൊക്കെ ഉണ്ട്. ഒരു വ്യക്തിയെ ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് തന്നെ ജീവിതത്തിലൊരു വലിയ വിജയമാണ്. ഒരാളെ ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ആ ആളെ കൈകാര്യം ചെയ്യാൻ എളുപ്പമുണ്ട്, ആ ആളോട് ഇടപെടാൻ എളുപ്പമുണ്ട്, ആ ആളെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നയിക്കാനോ എളുപ്പമുണ്ട്. പലപ്പോഴും അധ്യാപകർ പരാജയപ്പെട്ടു പോകുന്നത് ഈ ഒരു മേഖലയിലാണ്. തൻ്റെ കയ്യിൽ കിട്ടിയ കുഞ്ഞുങ്ങളെ ആയിരിക്കുന്ന അവസ്ഥയിൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇവർക്കും വ്യക്തിപരമായി കുറേ സമ്മർദ്ദങ്ങളോ കുടുംബപരമായ പ്രശ്നങ്ങളോ ഒക്കെ കാണും. ഈ കുഞ്ഞുങ്ങൾ പലപ്പോഴും നോയ്സൻസ് ഉണ്ടാക്കുന്നത് അവരുടെ വ്യക്തിപരമായ ചില പ്രത്യേക സ്വഭാവങ്ങൾ കൊണ്ടോ അവരുടെ വീട്ടിൽ നിഷേധിക്കപ്പെട്ട സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ അവർ മെച്യൂറാകുമ്പോൾ അവരിൽ സംഭവിക്കുന്ന ഹോർമോൺ വ്യതിയാനം കൊണ്ടോ ഒരു പെൺകുട്ടിയിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനത്തിൽ മനസ്സിലുണ്ടാകുന്ന വ്യാപാരങ്ങൾ കൊണ്ടോ ഒക്കെ ആയിരിക്കാം അവർ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ അധ്യാപകരോട് വളരെ മോശമായി പെരുമാറുന്നതോ തെറ്റായ ചില നടപടികളിലൊക്കെ ആ കുഞ്ഞുങ്ങൾ ഇടപെടുന്നതോ. അവരെ ഷൗട്ട് ചെയ്യുക, കുറ്റപ്പെടുത്തുക,
പരസ്യമായിട്ട് ശാസിക്കുക, മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തുക, ക്ലാസ്സിൽ പരസ്യമായി എഴുന്നേൽപ്പിച്ച് നിർത്തി അവരെ അപമാനിച്ച് സംസാരിക്കുക, അവരെ അപ്പോൾ തന്നെ ഓഫീസിലോട്ട് പറഞ്ഞു വിടുക, മറ്റു കുട്ടികളുടെ മുമ്പിൽ അവരെ ചെറുതാക്കുക, നിന്നെ ഞാൻ ശരിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുക, നിനക്ക് ഞാൻ ഇൻ്റേണൽ മാർക്ക് തരില്ല എന്ന് ആ കുട്ടികളെ ഭയപ്പെടുത്താൻ വേണ്ടി ഭീഷണിപ്പെടുത്തുക, പിന്നെ കുറേ ശാപവാക്കുകൂടെ പറയുക. മനഃശാസ്ത്രമൊക്കെ പഠിച്ചിട്ടാണ് ഒരാൾ അധ്യാപകനോ അധ്യാപികയോ ആകുന്നതെങ്കിലും കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇതൊരു വലിയ ക്രമക്കേടും അത്യന്തം ഭയാനകമായൊരു പാപവുമാണ്. അധ്യാപകരെല്ലാം അത് ശ്രദ്ധിക്കണം. അവർ രോഗിയെ കൈകാര്യം ചെയ്യുന്ന ഒരു നഴ്സ് എന്താ ചെയ്യുന്നത്? കൊടുത്ത മരുന്നിനേക്കാൾ വലിയ ചികിത്സയാണ് നേഴ്സിൻ്റെ സാന്ത്വന വാക്കുകളും സ്പർശനങ്ങളും. അടുത്ത് നിൽക്കുമ്പോഴുള്ള അവരുടെ ആ വെള്ള വസ്ത്രം പോലും രോഗിയിൽ വലിയ ശാന്തത കൊണ്ടുവരും. അതുകൊണ്ടാണല്ലോ മെഡിക്കൽ സയൻസ് ഡെവലപ്പായി വന്നപ്പോൾ ഈ ഡോക്ടർമാരും നഴ്സുമാരും വെള്ള വസ്ത്രം ധരിക്കാനായിട്ട് മനഃശാസ്ത്രപരമായി തീരുമാനമുണ്ടായത്. ഈ വെള്ള വസ്ത്രം വെണ്മ നിറഞ്ഞതാണ്. വെണ്മ ശരിക്കും വലിയ ഒരു ശാന്തതയും വലിയ ഒരു പ്രകാശവുമൊക്കെ പരത്തുന്നതാണ്. ഒരു വെളിച്ചം, ഒരു വിളക്കാണ് ഈ അടുത്ത് നിൽക്കുന്നയാൾ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നാം തിരിച്ചറിയണം, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയായിക ഒരു വലിയ ക്രമക്കേടാണ്. അതുപോലെ മറ്റൊരു ക്രമക്കേടാണ് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും അംഗീകരിക്കാനും കഴിയായിക. അതിന് പ്രധാന കാരണം എന്നിലെ ഞാൻ എന്ന ഭാവമാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ ഉൾക്കൊള്ളാനും കഴിയും, അവരെ അംഗീകരിക്കാനും കഴിയും. അത് കഴിയുന്നില്ല എങ്കിൽ അതൊരു പാപമാണ്, അതൊരു ക്രമക്കേടാണ്. പലപ്പോഴും ആളുകൾ കുമ്പസാരിക്കാൻ വരുമ്പോൾ ഇതൊന്നും അവരുടെ കുമ്പസാരത്തിലെ വിഷയങ്ങളാകാറില്ല. അതുകൊണ്ട് തന്നെ അവർ സുഖപ്പെടാറുമില്ല. രോഗികളായി വന്ന് കുമ്പസാരം എന്ന ചടങ്ങ് നടത്തി രോഗികളായി മടങ്ങുന്നു. പലരും വന്നതിനേക്കാൾ മാരകമായ രോഗികളായി മടങ്ങുന്നു. അവർക്ക് ചിരിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ആശ്വസിക്കാൻ പറ്റുന്നില്ല, അവരുടെ കുടുംബ ബന്ധങ്ങളെ അവർക്ക് ഊട്ടിയുറപ്പിക്കാൻ പറ്റുന്നില്ല, ഭർത്താവിനോട് ക്ഷമിക്കാൻ ഭാര്യയ്ക്ക് പറ്റുന്നില്ല, ഭാര്യയോട് പൊറുക്കാൻ ഭർത്താവിന് പറ്റുന്നില്ല, മാതാപിതാക്കളോട് രമ്യതപ്പെടാൻ മക്കൾക്ക് കഴിയുന്നില്ല, മക്കളോട് രമ്യതപ്പെടാൻ മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല. എന്തേ കാരണം? കുമ്പസാരമായില്ല, ചികിത്സയായില്ല. യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തെ ക്രമക്കേടിലാക്കുന്നതെല്ലാം ക്രമത്തിലാക്കുന്നതാകണം കുമ്പസാരം. അതിന് തക്കവണ്ണം ഞാൻ എന്നെ രൂപപ്പെടുത്തി സമർപ്പണം ചെയ്യുന്നതാകണം കുമ്പസാരം. അത് സംഭവിക്കാത്തതൊന്നും കുമ്പസാരമാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പരിപൂർണമായും ഒരു കുമ്പസാരം അരമണിക്കൂറോ 1 മണിക്കൂറോ നീണ്ടു നിന്നേക്കാം. ആ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കുമ്പസാരത്തിന് വേണ്ടി ഒരു രോഗി ഈ ചികിത്സയ്ക്ക് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടിയിരിക്കുന്നത് അനേക ദിവസങ്ങൾ കൊണ്ടായിരിക്കണം. ജീവിതത്തിലെ ക്രമക്കേടുകൾ എണ്ണി കണ്ടെത്തി പരിശോധിച്ച് തിരുത്താൻ തീരുമാനമെടുത്ത് തിരുത്തി ദൈവസന്നിധിയിൽ ചെന്ന് സമർപ്പണം ചെയ്തിട്ട് തൻ്റെ ജീവിതത്തിലെ എല്ലാ സംഘർഷങ്ങളെയും എല്ലാ ക്രമക്കേടുകളെയും തിരുത്തി യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള സമർപ്പണമാകണം കുമ്പസാരം. പറഞ്ഞു വന്നത് തീർന്നില്ല. ചുരുക്കത്തിൽ ഒരു മനുഷ്യന് ജീവിതത്തിൽ നേരിടാൻ കഴിയാത്തതെല്ലാം രോഗങ്ങളാണ്. ഈ രോഗങ്ങൾക്കെല്ലാം പറ്റിയ വൈദ്യനാണ് ദൈവം. ഈ രോഗങ്ങളെല്ലാം സുഖപ്പെടാനുള്ള ചികിത്സയാണ് കുമ്പസാരം, വിശുദ്ധ കുമ്പസാരം. ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, ഈ ആയുസ്സിൽ ഇന്ന് വരെ ഒരിക്കലെങ്കിലും കുമ്പസാരിച്ചിട്ടുണ്ടോ? ചിലരെങ്കിലും ഞെട്ടുന്നുണ്ടാകണം, ചിലരെങ്കിലും ചിരിക്കുന്നുണ്ടാകണം. ആയുസ്സിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കണ്ടേ? ജീവിതത്തെ പരിശോധിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ. ഒരാൾ തെറ്റിപ്പോയാൽ ഉപേക്ഷിച്ച് കളയുകയും മറന്നു കളയുകയും ചെയ്യുന്നവനല്ല ദൈവം. തേടിച്ചെന്ന് കണ്ടെത്തി തന്നിലേക്ക് തിരികെ ചേർക്കുന്നവനാണ് ദൈവം. ക്രമം കെട്ടവരെ യഥാസ്ഥാനപ്പെടുത്തുകയാണ് ദൈവപദ്ധതി. രോഗിയെ സുഖപ്പെടുത്തുകയാണ് ദൈവപദ്ധതി. സത്യത്തിൽ കർത്താവ് ഒരുപാട് രോഗികളെ സുഖപ്പെടുത്തിയതായി തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ സുഖപ്പെടുത്തിയ രോഗികളെ ദൈവം പരിപൂർണമായിട്ടാണ് സുഖപ്പെടുത്തിയത്. കുഷ്ഠരോഗിയെ സംബന്ധിച്ച് ശരീരത്തിലെ വ്രണങ്ങൾ മാത്രമല്ല അവൻ്റെ രോഗം. അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ അനുഭവിച്ച തിരസ്കരണം, അവൻ്റെ പ്രിയപ്പെട്ടവരവനെ തള്ളിക്കളഞ്ഞപ്പോൾ അവനിലുണ്ടായ നൊമ്പരം, അവൻ അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ നിൽക്കേണ്ടി വരുന്ന കല്ലേറും പഴിയും ദുഷിയും, അവൻ്റെ മതം അവൻ്റെ മേൽ കെട്ടിയേൽപ്പിച്ച ആ വലിയ കുറ്റവാളി എന്ന ഭാരം, ആരാധനയിൽ നിന്ന് അവനെ തിരസ്കരിച്ചപ്പോൾ അവനുണ്ടായതായ വലിയ മാനസിക മുറിവ്. ചുരുക്കത്തിൽ ഒരു കുഷ്ഠരോഗി തൻ്റെ ജീവിതത്തിൽ ശുദ്ധനായി മാറുമ്പോൾ യേശു അവനെ സുഖപ്പെടുത്തിയത് ശരീരത്തിലെ വടുക്കളല്ല, അവൻ്റെ ആന്തരികാവസ്ഥയെ കൂടെയാണ് സുഖപ്പെടുത്തുന്നത്. ഈ സമ്പൂർണ്ണ സുഖപ്പെടൽ സംഭവിക്കാത്തിടത്ത്
ഒരാളും സുഖപ്പെടുന്നില്ല. ഇത് നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ ദൈവശാസ്ത്രപരമായ കാഴ്ചപ്പാടിൽ പാപമൊരു രോഗമാണ്. മദ്യപാനം, മയക്കുമരുന്ന്, വഴക്കുണ്ടാക്കുന്ന ശീലം, വെറുപ്പ് തുടങ്ങി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ക്രമക്കേടുണ്ടാക്കുന്ന, മറ്റുള്ളവർക്ക് പ്രയാസങ്ങളുണ്ടാക്കുന്ന, സ്വയം കുഴപ്പത്തിലാക്കുന്നതെല്ലാം ഈ വിശകലനത്തിൽ രോഗങ്ങളാണ്. അവരൊക്കെ രോഗികളുമാണ്. തത്വത്തിൽ ഏത് പാപിയും ഒരു രോഗിയാണ്. എല്ലാ രോഗികളും പാപികളാകണമെന്നില്ല, പക്ഷേ എല്ലാ പാപികളും രോഗികളാണ്. എല്ലാ രോഗവും പാപമാകണമെന്നില്ല, പക്ഷേ എല്ലാ പാപവും രോഗമാണ്. ഒരിക്കൽ കൂടെ ആ വാക്കുകൾ ആവർത്തിക്കാം. എല്ലാ രോഗവും പാപമാകണമെന്നില്ല, പക്ഷേ എല്ലാ പാപവും രോഗമാണ്. എല്ലാ രോഗികളും പാപികളാകണമെന്നില്ല, പക്ഷേ എല്ലാ പാപികളും രോഗികളാണ്. സഹോദര, സഹോദരി, നീ ഇപ്പോൾ ഒരു രോഗിയായിരിക്കുന്നുവോ? ചികിത്സിക്കപ്പെടണം. ചികിത്സ വിശുദ്ധ കുമ്പസാരമാണ്. ഏത് രോഗവും ചികിത്സിച്ച് മാറ്റണം. പാപരോഗം ചികിത്സിച്ച് മാറ്റാനുള്ള ചികിത്സയാണ് കുമ്പസാരം. ഏത് ചികിത്സയും വിജയകരമായിത്തീരുന്നത് രോഗിയുടെ സമ്പൂർണമായ പങ്കാളിത്തത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ രോഗിയുടെ നിലപാടനുസരിച്ചാണ്. രോഗി സഹകരിക്കാത്തിടത്തോളം, രോഗി സമ്മതിക്കാത്തിടത്തോളം, രോഗി അംഗീകരിക്കാത്തിടത്തോളം ഒരു മരുന്നും അതിൻ്റെ ജോലി ചെയ്യില്ല. രോഗി തിരസ്കരിക്കുന്നുവെങ്കിൽ മരുന്ന് പ്രയോജനമില്ലാത്തതായി പോകും. രോഗി സഹകരിക്കുന്നില്ലെങ്കിൽ, മാനസികമായി സമ്മതിക്കുന്നില്ലെങ്കിൽ മരുന്നും ചികിത്സയും പ്രയോജനം ചെയ്യുന്നില്ല. ക്യാൻസറാണെന്ന് വിധിക്കപ്പെട്ട ഒരു രോഗിക്ക് വൈദ്യശാസ്ത്രം അവരുടെ അറിവ് വെച്ച് കൽപ്പിച്ചത് 15 ദിവസത്തെ അവധിയാണ്. എന്നാൽ രോഗി കൽപ്പിച്ചു 15 കൊല്ലം കഴിഞ്ഞാലും ഈ രോഗത്തിന് ഞാൻ കീഴടങ്ങില്ല. വൈദ്യശാസ്ത്രം ചികിത്സിച്ചിട്ട് കാര്യമില്ലെന്ന് വിധിച്ചവരാണെങ്കിലും രോഗിയുടെ നിലപാട് കണ്ട് വൈദ്യശാസ്ത്രം ചികിത്സിച്ചു. രോഗി 17ാമത്തെ കൊല്ലത്തിലും ജീവിച്ചിരിക്കുന്നു. അപ്പോൾ രോഗിയുടെ നിലപാട് ഔഷധത്തിൻ്റെ വീര്യം കൂട്ടും. രോഗിയുടെ നെഗറ്റീവായിട്ടുള്ള നിലപാട് ഔഷധത്തെ ഒന്നിനും കൊള്ളരുതാത്തതാക്കി, ഒരു കഴിവുമില്ലാത്തതാക്കി തീർക്കും. ഒരു വിശുദ്ധ കുമ്പസാരത്തിലൂടെ ഒരു മനുഷ്യൻ പരിപൂർണമായും സൗഖ്യം പ്രാപിക്കുന്നു. ആത്മാവും ശരീരവും മനസ്സും സമ്പൂർണ്ണ സൗഖ്യം. നോമ്പിലൂടെ സംഭവിക്കേണ്ടത് ഇതാണെങ്കിൽ നോമ്പിൻ്റെ ക്ലൈമാക്സ് ഒരു കുമ്പസാരമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പരിപൂർണ സൗഖ്യമാണ് കുമ്പസാരത്തിലൂടെ സംഭവിക്കുന്നത്. ശരീരസുഖം കിട്ടിയ ഒരാൾക്ക് മാനസിക സുഖം കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ സുഖപ്പെട്ടിട്ടില്ല, അയാൾ അപ്പോഴും രോഗിയാണ്. മാനസിക സുഖം കിട്ടിയ ഒരാൾക്ക് ശാരീരിക സുഖം കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾ അപ്പോഴും രോഗിയാണ്. മനസ്സും ശരീരവും സുഖപ്പെടണം, ആത്മാവും കൂടെ സുഖപ്പെടണം. അപ്പോഴാണ് ഒരാൾ സമ്പൂർണ്ണമായി സൗഖ്യപ്പെടുന്നത്. ശുദ്ധമുള്ള മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 2-ാം അധ്യായത്തിൽ ഈ നോമ്പുകാല ധ്യാനങ്ങളിൽ ഒന്നാണത്. കപ്പർനഹൂമിലെ വീട്ടിൽ കർത്താവ് ഇരിക്കുമ്പോൾ 4 ആളുകൾ കൂടി ചുമന്നുകൊണ്ടുവന്ന പക്ഷവാതക്കാരനെ മേൽക്കൂര പൊളിച്ച് കട്ടിലോടെ ഇറക്കി വെച്ചപ്പോൾ യേശു അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സുഖമാകാൻ മനസ്സുണ്ടോ? രോഗത്തെ താലോലിക്കുന്നവർ എന്നൊരു കൂട്ടരുണ്ട് ഈ സമൂഹത്തിൽ. അവർ സുഖപ്പെടണമെങ്കിൽ അവർ മനസ്സ് വയ്ക്കണം. ഭർത്താവിനോടുള്ള വിയോജിപ്പോ കയ്പോ കാരണം നിത്യ രോഗികളായി തീർന്ന ചില ഭാര്യമാരുണ്ട്. അവരുടെ മരണം വരെ അവരെ ചികിത്സിച്ചാലും അവരുടെ രോഗം മാറില്ല. ഏത് ആശുപത്രിയിൽ കൊണ്ടുപോയാലും ഏതൊക്കെ മരുന്ന് കഴിച്ചാലും അവരുടെ രോഗം മാറില്ല. അവരുടെ രോഗം മാറണമെങ്കിൽ മനസ്സിൽ മുറിവുണങ്ങണം, ഭർത്താവിനോട് ക്ഷമിക്കണം. ഭാര്യയോടുള്ളതായ വൈരാഗ്യം നിമിത്തം രോഗികളായി തീർന്ന ഭർത്താക്കന്മാരുണ്ട്. ഈ ലോകത്തെ ഏതൊക്കെ ആശുപത്രിയിൽ എന്തെല്ലാം മരുന്ന് കഴിച്ചാലും അവരുടെ രോഗം മാറില്ല. ഭാര്യയോട് അവർ ക്ഷമിക്കുന്നിടം വരെ അവരുടെ രോഗം മാറില്ല. മാതാപിതാക്കൾ ബാല്യകാലത്ത് സ്നേഹം നിഷേധിച്ചതുകൊണ്ടോ അതികഠിനമായി ശിക്ഷിച്ചതുകൊണ്ടോ അവസരങ്ങൾ നിഷേധിച്ചതുകൊണ്ടോ മറ്റുള്ളവരുടെ മുമ്പിൽ തന്നെ മാത്രം തിരിഞ്ഞിട്ടതുകൊണ്ടോ ചില മക്കൾ മാതാപിതാക്കളോടുള്ളതായ ആ മാനസിക സംഘർഷം മുഖാന്തിരം സ്വയം രോഗികളായി തീർന്നിട്ടുണ്ട്. ആയുസ് മുഴുവനും ചികിത്സിച്ചാലും അവരുടെ രോഗം മാറില്ല. മാതാപിതാക്കളോടുള്ള അവരുടെ മാനസികമായ മുറിവുണങ്ങണം. പ്രിയപ്പെട്ടവരെ, അതാണ് ഈ പറഞ്ഞു വരുന്നത്. മനസ്സിന് സൗഖ്യം കിട്ടാത്തിടത്തോളം ശാരീരിക സൗഖ്യം ഒരു സൗഖ്യമല്ല. ശരിയായ സൗഖ്യം
പ്രിയപ്പെട്ടവരെ, ആന്തരിക സൗഖ്യമാണ്. ഇത് കിട്ടുന്നവരാണ് സുഖപ്പെടുന്ന, അവർ ശാരീരിക രോഗത്തെയും മറികടക്കും. അതാണ് പറഞ്ഞത്, ഒരു കുമ്പസാരത്തിലൂടെ ഒരു മനുഷ്യൻ പരിപൂർണമായും സുഖപ്പെടുന്നു. നിരന്തരം ആശുപത്രികൾ കയറിയിറങ്ങിയിട്ടും ആളുകൾ സുഖപ്പെടാത്തതിൻ്റെ കാരണം ഇതാണ്. മനസ്സ് സുഖപ്പെടുന്നില്ല, മുറിവുകൾ ഉണങ്ങുന്നില്ല, ക്ഷമിക്കുന്നില്ല, ക്ഷമിക്കപ്പെടുന്നില്ല, ആശ്വസിക്കുന്നില്ല, സമാധാനം കണ്ടെത്തുന്നില്ല, ഉള്ളിൽ ശാന്തി വരുന്നില്ല. ഇതൊക്കെ സാധ്യമാകുന്നത് ഒരു ശരിയായ തുറന്ന കുമ്പസാരത്തിലൂടെ ക്രമക്കേടുകളെ എല്ലാം തിരുത്തി, ക്ഷമിക്കേണ്ടവരോട് ക്ഷമിച്ച്, ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിച്ച്, മുറിവുകളെല്ലാം ഉണക്കി, അന്യായമായി കൈവശം വച്ചിരിക്കുന്നതെല്ലാം അർഹതപ്പെട്ടവർക്ക് മടക്കിക്കൊടുത്ത്, തൻ്റെ ആന്തരിക സംഘർഷങ്ങളെല്ലാം അവസാനിപ്പിച്ച് സ്വച്ഛത കൈവരിക്കുമ്പോഴാണ് സമ്പൂർണമായൊരു സുഖം കൈവരുന്നത്. തനിക്ക് നിഷേധിക്കപ്പെട്ട അവസരങ്ങൾ ഒരുപാട് ആളുകളെ രോഗികളാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കുമ്പസാരത്തിൽ സമർപ്പിക്കപ്പെടുമ്പോഴാണ്, അത് വിശകലനം ചെയ്യപ്പെടുമ്പോഴാണ്, കുമ്പസാര പിതാവ് ദൈവസന്നിധിയിൽ അതിന് പരിഹാരം നിർദ്ദേശിക്കുമ്പോഴാണ്, അത് ദൈവപദ്ധതി എന്താണെന്ന് വെളിപ്പെടുത്തി വരുമ്പോഴാണ് ഒരാൾക്ക് സുഖം കിട്ടുന്നത്. അതുപോലെ താൻ സ്നേഹിച്ചവർ തിരിച്ച് തനിക്ക് നൽകിയ മുറിവുകൾ ഒരുപാട് പേരെ രോഗികളാക്കിയിട്ടുണ്ട്. ഒത്തിരി സ്നേഹിച്ചിട്ടും തിരിച്ചു കിട്ടിയത് ഒത്തിരി മുറിവുകളാണെന്നാണ് ഒരുപാട് പേരുടെ പരാതി. അത് അവരെ തളർത്തി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്നേഹിച്ചവർ നൽകിയ മുറിവുകൾ ഉള്ളിൽ വച്ചിരിക്കുന്ന ഒരാൾക്കും രോഗം മാറില്ല. അത് മാറാനുള്ള ഇടം കുമ്പസാരമാണ്. അവിടെ വെച്ച് ഉള്ളു പൊട്ടിയൊന്ന് കരയാനിടയായാൽ ദൈവം അരുളി ചെയ്യും, ഈ സംഭവിച്ചതിലൊന്നും നീ സാരമാക്കേണ്ടതില്ല, ഞാനുണ്ട് നിന്നെ സ്നേഹിക്കാൻ, ഞാനുണ്ട് നിൻ്റെ മുറിവുണക്കാൻ. പ്രിയപ്പെട്ടവരെ, താൻ മറ്റുള്ളവർക്ക് നൽകിയ മുറിവുകൾ ചില ആളുകളെ നിത്യം രോഗികളാക്കും. ഞാൻ കാരണം മുറിവേറ്റവർ, ഞാൻ കാരണം വേദനിച്ചവർ. പ്രിയപ്പെട്ടവരെ, അത് കുറ്റബോധമായിട്ടുള്ളിൽ പടരുകയാണ്. മറ്റൊരാൾ താൻ ചെയ്ത തെറ്റ് മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിച്ചപ്പോൾ അവർക്കുണ്ടായ കഷ്ടനഷ്ടങ്ങൾ കണ്ടിട്ടുണ്ടായ മാനസികാഘാതം ചിലരെ രോഗികളാക്കിയിട്ടുണ്ട്. താനൊരു കൊലപാതകം ചെയ്തിട്ട് ആ ആളുടെ ഭാര്യയും മക്കളും വിധവയും അനാഥരുമാക്കപ്പെട്ടിട്ട് ആ കുടുംബം തകരുന്നത് കണ്ടിട്ട് ചിലർ കുറ്റബോധപ്പെട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കുറ്റബോധം അതിഭയാനകമായ നിരാശയിലേക്കും വലിയ തകർച്ചയിലേക്കും മനുഷ്യനെ കൊണ്ടുപോകും. പക്ഷേ ഉള്ളു നുറുങ്ങി ഒന്ന് കുമ്പസാരിക്കാൻ ഇടവരുമെങ്കിൽ ഇതെല്ലാം പൊറുക്കപ്പെടുകയും ആശ്വാസത്തിലേക്ക് വഴിമാറുകയും ചെയ്യും. അതുപോലെ ദൈവസ്നേഹത്തെ അംഗീകരിക്കാതെ പോയത്, ദൈവത്തെ തിരസ്കരിച്ചത്, ദൈവത്തെ വെല്ലുവിളിച്ചത്, ദൈവത്തെ പരിഹസിച്ചതൊക്കെ ചില ആളുകളുടെ ജീവിതത്തിൽ വലിയ ക്രമക്കേടായി കിടപ്പുണ്ട്. ദൈവസന്നിധിയിലുള്ള ഒരു നിരപ്പാകലും യഥാസ്ഥാനപ്പെടലുമാകണം കുമ്പസാരം. മാതാപിതാക്കൾക്ക് നൽകിയതായ മുറിവുകൾ ചില ആളുകളെ കുറ്റബോധത്തിലാക്കിയിട്ടുണ്ട്. ഭാര്യയ്ക്ക് നൽകിയ മുറിവുകൾ, ഭർത്താവിന് നൽകിയ മുറിവുകൾ, കൂടപ്പിറപ്പുകൾക്ക് നൽകിയ മുറിവുകൾ, മക്കൾക്ക് നൽകിയ മുറിവുകൾ ചില ആളുകളെ വലിയ സംഘർഷത്തിലാക്കിയിട്ടുണ്ട്. അതിങ്ങനെ കൊണ്ടു നടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, ദൈവ മുമ്പിൽ ഏറ്റുപറയണം. അപ്പോൾ ആ കുമ്പസാരത്തിലൂടെ ഈ ഭാരങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും. എൻ്റെ ശിരസിലിരിക്കുന്ന ചുമട് മറ്റൊരാളെ ഏറ്റെടുത്താൽ പിന്നെ എൻ്റെ ശിരസിൽ ചുമടുകളില്ല. ഞാൻ ഖനമില്ലാത്തയാളായി. എൻ്റെ നെഞ്ചിൽ കെട്ടിവെച്ചിരിക്കുന്ന പാപത്തിൻ്റെ കെട്ട് ആണിപ്പാടുള്ള കരം നീട്ടി ഏറ്റുവാങ്ങിയിട്ട്, നിൻ്റെ പാപം ഇപ്പോൾ നിൻ്റെ മേലല്ല എൻ്റെ മേലാണ് ഇരിക്കുന്നത്, ഞാനിതിന് പ്രായശ്ചിത്തം വരുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന യേശു മശിഹായുടെ കരങ്ങളിൽ പാപങ്ങളെ കൊടുക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഒരാൾ ആശ്വസിക്കുന്നത്. ഇതാണ് കുമ്പസാരത്തിലൂടെ സംഭവിക്കുന്നത്. നമ്മെ ആശ്വസിപ്പിക്കാനും ദൈവിക ആലോചന നമ്മോട് പറയുവാനും നമ്മെ കേൾക്കുവാനും ക്ഷമയോടെ നമ്മുടെ ഭാരങ്ങളും പ്രശ്നങ്ങളും സംഘർഷങ്ങളും തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കാനും ദൈവത്തിന് പകരമായി ദൈവം ഇരുത്തിയിട്ടുള്ള ആളാണ് പുരോഹിതൻ. ആ ആളുടെ മുമ്പിൽ നാം ഉള്ളു തുറക്കണം. ഒരാൾക്ക് തൻ്റെ കുമ്പസാര പിതാവിനെ സ്വയം തിരഞ്ഞെടുക്കാം. ഇന്ന ആളുടെ അടുക്കൽ, ഇന്ന പട്ടക്കാരൻ്റെ അടുക്കൽ കുമ്പസാരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങനെ ഒരു സഭയും നിഷ്കർഷിക്കുന്നില്ല. തന്നെ ഉൾക്കൊള്ളുവാനും തന്നെ മനസ്സിലാക്കുവാനും തന്നെ ആശ്വസിപ്പിക്കുവാനും തനിക്ക് സമാധാനം പകർന്നു തരുവാനും ഇന്ന പുരോഹിതന് കഴിയുമെന്ന് ഒരാൾക്ക് ബോധ്യപ്പെട്ടാൽ ആ ആളുടെ അടുക്കൽ കുമ്പസാരം നടത്താൻ ഒരു വിശ്വാസിക്ക് അവകാശമുണ്ട്. അതുകൊണ്ട് ദൈവ പൈതലെ കുമ്പസാര പിതാവിനെ അവരവർക്ക് തിരഞ്ഞെടുക്കാം. തകർക്കപ്പെട്ട ബന്ധങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ, ദൈവത്തേക്കാൾ താൻ സ്നേഹിക്കേണ്ടവരെക്കാൾ അധികം താൻ സ്നേഹിക്കുന്ന പണത്തെ അല്ലെങ്കിൽ തൻ്റെ സ്വന്തം സുഖത്തെ വെടിഞ്ഞ് എല്ലാ ബന്ധങ്ങളും നേരെയാക്കുവാനുള്ള വേദിയാണ് കുമ്പസാരം.
ഇതെല്ലാം ക്രമക്കേടുകളാണ്. ഏത് ക്രമക്കേടുകളും രോഗങ്ങളാണ്. ശരീരത്തിൻ്റെ ക്രമക്കേടാണ് ശരീരത്തിൻ്റെ രോഗമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അനുതപിക്കുക, ദൈവസന്നിധിയിലേക്ക് മുറിച്ചു മാറ്റിയ ബന്ധങ്ങളിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിക്കുക, കണ്ണുനീരോടെ പാപങ്ങൾ ഏറ്റുപറയുക, അത് ഉപേക്ഷിക്കുക, ഇനി പാപത്തിലും ക്രമക്കേടിലും ജീവിക്കുകയില്ല എന്ന് തീരുമാനിക്കുക. ഈ നോമ്പുകാലം നമ്മളെല്ലാവരെയും സുഖപ്പെടുത്തട്ടെ. കുമ്പസാരം ഒരു ചികിത്സയാണ്. എന്തുകൊണ്ടെന്നാൽ പാപം ഒരു രോഗമാണ്. ഈ ധ്യാനം നമ്മെ പുതിയ മനുഷ്യരാക്കട്ടെ. നമുക്ക് കുമ്പസാരത്തിന് ഒരുങ്ങാം. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്നേഹവാനായ കർത്താവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, എന്ന് കേട്ടത് കുമ്പസാരത്തെക്കുറിച്ചാണല്ലോ. പാപമൊരു രോഗമാണെന്നും അതിനുള്ള ചികിത്സയാണ് വിശുദ്ധ കുമ്പസാരമെന്നും അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ഈ കേട്ട ധ്യാനചിന്ത ഞങ്ങളെ ഒരു നല്ല കുമ്പസാരത്തിന് പ്രാപ്തരാക്കട്ടെ. പലപ്പോഴും ഞങ്ങൾ ഇന്ന് വരെ ജീവിതത്തിൽ വേണ്ടവണ്ണം കുമ്പസാരിച്ചിട്ടില്ലാത്തവരാണ്. ഞങ്ങളുടെ കുമ്പസാരങ്ങളെല്ലാം പലപ്പോഴും വെറും ചടങ്ങുകളായിരുന്നു. എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിച്ച് മടങ്ങുക എന്നതിനപ്പുറത്ത് ഞങ്ങൾ ഇന്ന് വരെ ഉള്ളു നുറുങ്ങി സ്വയം പരിശോധിച്ച് സ്വയം തിരുത്തി ഒന്ന് കുമ്പസാരിച്ചിട്ടില്ല. ഈ നോമ്പിൽ ഞങ്ങളൊരു യഥാർത്ഥ കുമ്പസാരത്തിന് ഞങ്ങൾ തന്നെ സമർപ്പിക്കുവാൻ ഈ ധ്യാനം ഞങ്ങൾക്ക് ഉപകരിക്കട്ടെ. ഞങ്ങളങ്ങനെ പൂർണ്ണമായി സുഖപ്പെട്ട് തിരുമുമ്പിൽ സമാധാനത്തോടെ നിൽക്കട്ടെ. കൃപയാൽ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.